ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതിന ചട്നിയുടെ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ അരക്കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തൈരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷെ ടേസ്റ്റ് കൂടുതൽ മൈദപ്പൊടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഈ മാവ് ആദ്യം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഈ മാവിലേക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 5 മിനിറ്റ് നേരം ഇവിടെ അടച്ച് വെച്ചിട്ട് ഈ പലഹാരം ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയ 2 പീസ് പെരുങ്കായം, നമ്മൾ സാമ്പാറിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന കായല്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കരിഞ്ഞു പോകാതെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കടല ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഇലകളുടെ പച്ചക്കളറൊന്നും മാറിപ്പോവാതെ ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത സാമ്പാർ കായല്ലേ, അത് നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചട്നിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളിത് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ടുള്ള ചട്നിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നാരങ്ങ നീരിന് പകരം നിങ്ങൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി.
ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. താളിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചട്നി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചട്നി ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ ഉഴുന്നുവടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമ്മൾ ഈ മാവിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് മാവ് കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്കൊരു മീഡിയം ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എണ്ണ ഒരു മീഡിയം ചൂടായാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് മാവ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടായാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കണ്ടോ, നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ തവണയും എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് കറക്റ്റ് ആവണം, എന്നാലേ നമുക്കിത് കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാവ് മുഴുവനും കരിഞ്ഞു പോകാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് സ്റ്റൈൽ മൈസൂർ ബോണ്ട, അതായത് മൈസൂർ ബജിയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മൈസൂർ ബോണ്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.